Can I call you Rose? 'Cause you're sweet like a flower in bloom. Can I call you Rose? Can I call you Rose? ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളുടെ ഡേ 3 ആണ്. ഞങ്ങൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചു. ഇന്നലത്തെ സെയിം മെനു ആയിരുന്നു, അതുകൊണ്ട് അത് കാണിക്കാത്ത. വേറെ ഹോട്ടലായിരുന്നു. പക്ഷെ ഞങ്ങൾ രാവിലെ തുടങ്ങുമ്പോൾ തന്നെ വാൾമാർട്ടിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വാങ്ങിച്ച് വണ്ടിക്കകത്തൊക്കെ വെച്ചേക്കാന്ന് ഓർത്തു. അപ്പം ലിജിയും മെറിൻ ചേച്ചിയും വെള്ളം വാങ്ങിക്കാൻ പോയിക്കോ. വണ്ടിയിൽ സോണിയ ഉണ്ട്, സിബിൾ ഉണ്ട്, അലിയ ഉണ്ട്, ഇന്നത്തെ ക്യാപ്റ്റൻ ജോസ്നയുണ്ട്. അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ. രാവിലെ ഞങ്ങൾ സയൻ നാഷണൽ പാർക്കിലേക്ക് ഫസ്റ്റ് പോകുന്നത്. Good morning, guys. ഓക്കെ, റെഡി. Good morning, guys. We are on our day 3 of Las Vegas girls trip. Today, we are at Zion National Park. We are on the way to the Zion National Park. All right. അവിടെ ഇനി വേറെ കയറ്റിയാൽ മതി. ഓക്കെ, ഞങ്ങളുടെ ഇന്നത്തെ ഡ്രൈവർ ചിന്നു ആണ്. ചിന്നു ഹായ് പറഞ്ഞു. Hello. Girls are ready. വളരെ ശോകാണല്ലോ എൻ്റെ ദൈവം. ഓക്കെ, ഹലോ. ഞങ്ങളങ്ങനെ ഫൈനലി സയൻ നാഷണൽ പാർക്കിന്റെ എൻട്രൻസിൽ എത്തി. ഇതാ കാണുന്നു സയൻ നാഷണൽ പാർക്കിന്റെ മെയിൻ ഗേറ്റ് ആണിത്. നല്ല ട്രാഫിക് ഉണ്ട്. ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെയും വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഓൺലൈനിൽ നിന്ന് സയൻ നാഷണൽ പാർക്കിന്റെ ടിക്കറ്റ് എടുത്തായിരുന്നു കേട്ടോ. ടിക്കറ്റ് എടുക്കാതെ വന്നാൽ ഭയങ്കര പാടാണ്, അതുകൊണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്തു. നമ്മൾ സയോൺ നാഷണൽ പാർക്കിലെത്തി, അകത്ത് കയറി. ഈ കാണുന്നതാണ്. താഴെ കൂടെയൊക്കെ വഴികള് ചെറുതായിട്ട് ഭയങ്കര സ്റ്റീപ്പും ഭയങ്കര വളവും തിരിവും എല്ലാം ഉള്ള വഴികളാണ്. സോ കെയർഫുൾ ആയിട്ട് വേണം ഓടിക്കാൻ, ഇല്ല പണി കിട്ടും. ഞങ്ങളുടെ കൂടെയുള്ള ജോസ്നയാണ് ഞങ്ങളുടെ ഡെസിഗ്നേറ്റഡ് ഡ്രൈവർ. അവൾക്ക് വണ്ടി ഓടിക്കുന്നത് വളരെ ഇഷ്ടമാണ്. ഞങ്ങൾക്കും ഇഷ്ടമാണ്, പക്ഷെ ഞങ്ങൾക്ക് കിട്ടാറില്ല. കാരണം ജോസ്ന കീ ഒന്ന് താഴെ വെച്ചിട്ട് വേണമല്ലോ ഞങ്ങൾക്ക് കിട്ടാൻ. എനിവേസ് ഞങ്ങളങ്ങനെ സെനിക് വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് നല്ല വെതറൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഒരു സ്റ്റോപ്പ് എടുത്ത്, കുറേ നേരമായല്ലോ രാവിലെ വണ്ടി കയറിയിരിക്കുമല്ലേ, അപ്പം കയ്യും കാലും നിവർത്തിയേക്കാമെന്ന് സ്റ്റോപ്പ് എടുത്തപ്പം നല്ലൊരു മരം കണ്ടു. മരം കയറാൻ പറ്റിയ മരം, അതിന് പറ്റിയ കുറേ ഞങ്ങളും. പ്രഗ്നൻറ്റ് ലേഡീസിനെ കേട്ടിട്ടില്ല. എന്തായാലും ഞങ്ങൾ ബാക്കി 2-3 പേര് ചാടിക്കയറി. ഞങ്ങളുടെ കൂടെയുള്ള മെറിൻ ചേച്ചിയായിരുന്നു ഞങ്ങളുടെ ലീഡർ. അങ്ങനെ അവിടുന്ന് മുന്നോട്ട് പോയപ്പോൾ നല്ലൊരു സെനിക് വ്യൂ. അപ്പം ഞങ്ങൾ ഓർത്ത് എന്നാൽ പിന്നെ ഒരു കിടുക്കാച്ചി റീൽസ് ചെയ്തേക്കാം. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ ട്രാഫിക് ഇല്ലാത്ത സ്ഥലം നോക്കി ഒരു ചെറിയ റീൽസ് അടിച്ചു. അങ്ങനെ വണ്ടി ഓടിച്ച് പോയപ്പോൾ നല്ല സ്നോ കണ്ടു. ഒത്തിരി ഒന്നുമില്ല, എന്നാലും അത്യാവശ്യം സ്നോ, ഒന്ന് കോരി കളിക്കാൻ. അങ്ങനെ ഞങ്ങൾ ചുമ്മാ സ്നോ കൊണ്ട് ബോളൊക്കെ ഉണ്ടാക്കി ഒന്ന് എറിഞ്ഞ് ചുമ്മാ രസത്തിന്. ബ്രൈസ് കാന്യോണിലെ ആംഫി തിയേറ്റർ ആൻഡ് ബിയോണ്ട് എന്ന് പറഞ്ഞൊരു സ്പോട്ടാണിത്. ഇൻസ്പിറേഷൻ പോയിന്റിൽ നിന്ന് പാർക്ക് ചെയ്യുന്ന അവിടെ പാർക്കിംഗ് ലോട്ടിൻ്റെ അവിടെ തന്നെയുള്ളൊരു സ്പോട്ടാണ്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഓരോ കല്ലും ഇങ്ങനെ വിട്ട് നിൽക്കുന്നത്. ബേസിക്കലി നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പം ഫോട്ടോയിലും വീഡിയോയിലും കാണുമ്പോൾ അത്രയും തോന്നത്തില്ല, പക്ഷെ ഓരോ കല്ലും അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാതെ വിട്ട് നിൽക്കുന്നു. പിന്നെ ഇത് നാച്ചുറലി ഉണ്ടായതുവാ, അതാണ് മെയിൻ. ഇവിടെ കുറച്ച് സ്നോ ഒക്കെ പെയ്തിട്ടുണ്ട്. നല്ല മലയുടെ മുകളിലൊക്കെ നല്ലപോലെ സ്നോ ഉണ്ട്. ഇങ്ങനെ ഇവിടെയൊക്കെ താഴ്ഭാഗം ആയതുകൊണ്ട് ഇച്ചിരി കാണത്തുള്ളൂ. ഹലോ, അങ്ങനെ ഞങ്ങൾ ബ്രൈസ് കാന്യോണിലെ ഇൻസ്പിറേഷൻ പോയിന്റിലെത്തി. അതാണ്ട് എല്ലാവരും ഇപ്പം ഇൻസ്പിറേഷൻ പോയിന്റിൻ്റെ ട്രയൽ തുടങ്ങുന്നേ ഉള്ളൂ. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണ്. യു ക്യാൻ സീ. അങ്ങനെ നമ്മൾ ബ്രൈസ് കാന്യോൺ നാഷണൽ പാർക്കിലെ ഇൻസ്പിറേഷൻ പോയിന്റിലെത്തി. ദിസ് ഈസ് ദ ഇൻസ്പിറേഷൻ പോയിന്റ്.
അമ്പലത്തിന്റെ കൊത്തുപണികൾ പോലെ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ ഭയങ്കര രസമാണ്. ഒത്തിരി വലിയ നാഷണൽ പാർക്ക്, അപ്പോൾ ഒത്തിരി വ്യൂ പോയിന്റ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതായി കൊള്ളയിലെ ഏറ്റവും ഫേമസ് വ്യൂ പോയിന്റ്. നല്ല തണുപ്പാണ്, ഇടയ്ക്കിടയ്ക്ക് നല്ല സ്നോയും ഉണ്ട്. അടിപൊളി വ്യൂ ആണ്, ഞങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നാച്ചുറലി ഉണ്ടായതാണ്. അത് കണ്ട മാൻമെയ്ഡ് പോലെ ഭയങ്കര കൊത്തുമണിയൊക്കെ ആയിട്ട് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഒത്തിരി ഗ്യാപ്സ് ഉണ്ട്. അതുപോലെ ഓരോ കല്ലിൻ്റെയും താഴ്ഭാഗം ചുമലയും മുകൾഭാഗം വരുമ്പം വൈറ്റിഷും ഇങ്ങനെ പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്ന പോലത്തെ ഒരു നാച്ചുറൽ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ സീനാണ്. ഇപ്പം ഇവിടുത്തെ വെതർ ഐ തിങ്ക് അതിലും ഉണ്ട് 50s ഒക്കെയാണെന്ന് തോന്നുന്നു. പക്ഷെ നല്ല ഇത്രയും അപ്പർ സ്പേസ് ആയതുകൊണ്ട് നല്ല വിൻഡിയൂടെയാണ്. അതാണ് ഞങ്ങളിപ്പം ട്രയൽ ചെയ്ത് വന്ന വഴി. വണ്ടി കിടക്കുന്ന അതിനൊക്കെ ഒത്തിരി താഴെയാണ്. അവിടെ നിങ്ങൾക്ക് കാണാം, അവിടെ ഒരു വൈറ്റ് കാർ കിടക്കുന്നത്, അതാണ് പാർക്കിംഗ് ലോട്ട്. അപ്പോൾ ഞങ്ങൾ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ കയറി ഇതിലിങ്ങനെ കയറിയാണ് ഇങ്ങനെ വന്നാണ് ഇവിടെ എത്തിയത്. എന്തെന്ന് പറഞ്ഞാൽ നല്ല കയറ്റമൊക്കെയാണ്, പക്ഷെ എന്നാലും ഭയങ്കര വെർത്താ കാണേണ്ട ഒരു കാഴ്ച തന്നെ അല്ലേ ജോസ്ന? ഞങ്ങളങ്ങനെ സൺസെറ്റ് പോയിന്റിലെത്തി. ഇവിടെ നിങ്ങൾക്ക് കാണാം ആൾക്കാരൊക്കെ താഴെ ഹൈക്ക് ചെയ്യുന്നുണ്ട്. ഇത് കുറേ താഴോട്ട് പോകുമ്പോഴാട്ടോ ഹൈക്ക്. ഇതാ ഇവിടെ വേറെ കുറേ ആൾക്കാർ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾക്ക് സ്നോയും കാണാം അവിടെ. ഇത് ഈ വൈറ്റ് ആയിട്ട് കിടക്കുന്നതൊക്കെ സ്നോസാണ്. നവാജ് ലൂപ്പാണ് ആ ട്രെയിലിൻ്റെ പേര്. താഴോട്ട് അവർ പോയിരിക്കുന്ന ട്രെയിലിൻ്റെ പേര്. ഓ, ഇവിടെ ഒരു പട്ടിക്കുഞ്ഞുണ്ടേ. പട്ടിക്കുഞ്ഞല്ല, പട്ടിച്ചേട്ടൻ. വീഡിയോ എടുത്ത് ഇഷ്ടപ്പെട്ടല്ലെന്ന് തോന്നുന്നു. നോക്കിക്ക് നല്ല സ്നോ. അങ്ങനെ സൺസെറ്റ് പോയിന്റിലെത്തി. ഞങ്ങൾ ഈ കാണുന്ന നല്ല സണ്ണാണ്. താഴോട്ട് നോക്കുമ്പോൾ കാണാം ഒത്തിരി ആൾക്കാർ ഹൈക്ക് ചെയ്ത് പോയിട്ടുണ്ട് അവിടെ. നല്ല ഡീപ്പാണ്. ഈ ഓൾമോസ്റ്റ് ഈ പാറയുടെ ഫുൾ പൊക്കത്തിലോട്ട് ഹൈക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ ഉള്ള അലിയയും സോണിയയും അവരാണ് ഫോട്ടോഷൂട്ട് അവിടെ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു അരമൈൽ താഴോട്ട് ഇറങ്ങി പോകുമ്പോഴാണ് അവർ നിൽക്കുന്ന സ്ഥലത്ത് എത്തുന്നത്. കാണുമോ എന്നറിയില്ല, അങ്ങ് ഉള്ളിൽ ആൾക്കാർ ഹൈക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ സണ്ണ് ഈ സൈഡിലുണ്ട്. സൺസെറ്റ് പോയിന്റ് ആയതുകൊണ്ട് ഞങ്ങൾ സണ്ണ് എപ്പോൾ സെറ്റ് ചെയ്യും എന്ന് നോക്കി വെയിറ്റ് ചെയ്യുക. ഹലോ, അങ്ങനെ നമ്മൾ ബ്രൈസ് കാനിയോൺ കണ്ടു, സൺസെറ്റ് പോയിന്റും ഇൻസ്പിറേഷൻ പോയിന്റും ഒക്കെ കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ നല്ല വിശപ്പായതുകൊണ്ട് കഴിക്കാൻ കയറി ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുവാണ്. ഈ കടയുടെ പേര് റൂബീസ് ഇൻ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ റൂംസും ഉണ്ട്, റെസ്റ്റോറൻറ്റും ഉണ്ട്. ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് നല്ലപോലെ ക്രിസ്മസ് ട്രീയും എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് നല്ലൊരു ഫയർ പ്ലേസ് ഒക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ സെറ്റപ്പാണ്. നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് അത്രയും തോന്നത്തില്ല. ഒരു ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്, സൊവീനിയർ ഒക്കെ വാങ്ങിക്കേണ്ടവർക്ക്. നല്ല ഒരു വലിയ ഗിഫ്റ്റ് സ്റ്റോറാണ്. ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് നല്ല സീസണൽ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ റെസ്റ്റോറൻറ്റ് കാണിക്കാം നിങ്ങളെ. ഇതിൻ്റെ പേര് കൗബോയ്സ് ബഫേ ആൻഡ് സ്റ്റേക്ക് റൂം.
പുറത്തുനിന്ന് കാണുമ്പോൾ തോന്നത്തേ ഇല്ലെങ്കിലും അത്യാവശ്യം ഒരു 200 പേരെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാനുള്ള റെസ്റ്റോറൻ്റ് ഉണ്ട് ഇത്. ഞങ്ങൾ ഇവിടെ ഡൈനിങ്ങും ഉണ്ട്, ബഫേ ഉണ്ട്. ഞങ്ങൾ ബഫേ ആണ് എടുത്തത്. പലതരം സൂപ്പ്, സ്റ്റാർട്ടേഴ്സ്, സാൽമൺ, അങ്ങനെ ചിക്കൻ, ഈ സൈഡിൽ സാലഡ് ഉണ്ട്. ഡിസേർട്ട്, ഐസ്ക്രീം, പോട്ട് റോസ്റ്റ്, ബാർബിക്യൂ ചിക്കൻ, അതുപോലെ വേറൊരു സാലഡ് കൗണ്ടർ ഉണ്ട്. വേറെ ഐറ്റംസ് ആണ് സാലഡ് കൗണ്ടർ ആണെങ്കിൽ. പിന്നെ ഇവിടെ കോഫി ബാറുണ്ട്. അങ്ങനെ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന നല്ലൊരു സ്ഥലമാണ്. ഓക്കെ. ഈ റൂബീസ് ഇന്നിൻ്റെ വേറൊരു പ്രത്യേകത, ഇവിടെ ലോഡ്ജിങ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഗാലറി ഉണ്ട്, പൂളുണ്ട്, ഭയങ്കര സെറ്റപ്പാണ്. അപ്പോൾ കിടക്കാൻ വരുന്നവർക്ക് ഇത് നല്ലൊരു ചോയ്സ് ആയിരിക്കും. No, this guy. Mm-hmm. നമ്മൾ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നൊരു സ്ഥലമാണ്. എല്ലാം നടക്കും. ലൈക്ക് നല്ലൊരു റെസ്റ്റ് ഏരിയയായ സ്റ്റോറ്, ഗാലറി, ഒരു വെക്കേഷൻ സ്പോട്ട്, വെക്കേഷൻ്റെ തീം എല്ലാം ഉണ്ട്. നല്ല ഫുഡ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ റൂബീസ് ഇന്നിൻ്റെ ഔട്ട് സൈഡിൽ നിന്നുള്ള വ്യൂ. നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കണ്ടിരിക്കുക. ഞാൻ ഇരിക്കണമെങ്കിൽ ഇരിക്കാം, അല്ലെങ്കിൽ നീ ഇരുന്നോ. ഇരിക്കോ. അങ്ങനെ ഞങ്ങളുടെ 3rd ഡേ എൻഡ് ചെയ്യുകയാണ്. ബെസ്റ്റ് വെസ്റ്റേൺ ഹോട്ടലിൽ, ലേക്ക് പവൽ സിറ്റിയിലെ ബെസ്റ്റ് വെസ്റ്റേൺ ഹോട്ടലിൽ ഞങ്ങൾ വന്നു, റൂം എടുത്തു. 2 ക്വീൻ ബെഡിൻ്റെ റൂം എടുത്തിട്ടുണ്ട്. ഇവിടെയും 2 ബെഡിൻ്റെ 2 റൂം. ഞങ്ങൾ 7 പേരുള്ളത് കൊണ്ട് ഇവിടെ ലേക്ക് പവലിൻ്റെ ഒരു വൺ ഓഫ് ദി മെയിൻ അട്രാക്ഷനാണ് ഹോർഷ് ബെൻ. നാളത്തെ ഞങ്ങളുടെ ലിസ്റ്റിലുള്ളതാണ്. അതാണ് ഇവിടുത്തെ വോള്. അതുപോലെ വേറൊരു വോളിൽ ആൻറ്റലോപ്പ് കാനിയൻ ഉണ്ട്. അത് ഇവിടുത്തെ വേറൊരു മേജർ അട്രാക്ഷനാണ്. സോ ഇതാണ് ഇവരുടെ ഹോട്ടൽ. അലി അവിടെ ചെക്ക് ഇൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു ചെറിയ വെൽക്കമിങ് റൂം പോലെയുണ്ട്. ഇതിൻ്റെ ക്യാപ്ഷൻ കണ്ട് ആരും ഞങ്ങളങ്ങനെയൊന്നും ഓർക്കരുത് കേട്ടോ. ഞങ്ങൾ ഗോസിപ്പൊന്നും ചെയ്യത്തില്ല. ഞങ്ങൾ ചുമ്മാ അടുത്ത് ഒരു റീൽസിനുള്ള വകയിട്ട് നോക്കിയതാണ്. എന്തായാലും ഇതെങ്ങും പോസ്റ്റ് ചെയ്തില്ല. അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ നാളെ തൊട്ട് ഗോസിപ്പ് പേര് വന്നാലോ. അതുകൊണ്ട് പിന്നെ ഗർഭിണികൾക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റീൽസ് ഞങ്ങൾ അടിച്ചു. ചുമ്മാ ഇരട്ടത്ത്, ചുമ്മാ ഒരു രസം. ഇതൊക്കെയല്ലേ നമുക്ക് കുറച്ച് കഴിയുമ്പം ഓർക്കാനുള്ളത്. അതുകൊണ്ട് ചുമ്മാ എല്ലാവരുടെ ഒരു ഫണ്ണായിട്ട് ഒരു ചെറിയൊരു റീൽസ്, ഏറ്റവും എളുപ്പമുള്ള റീൽസ്. അപ്പോൾ ഇന്നത്തേക്ക് ഗുഡ് നൈറ്റ്.